അതേസമയം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇടത് മെമ്പർമാർ ഇറങ്ങിപ്പോയത് പതിവ് രാഷ്ട്രീയ നാടകമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജനും വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകരയും. അനാവശ്യവാദങ്ങൾ ഉന്നയിച്ചാണ് ഇടത് മെമ്പർമാർ ഇറങ്ങിപ്പോയതെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ വ്യക്തമാക്കി. കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇടത് അംഗങ്ങൾ ഇറങ്ങിപ്പോയത് പതിവ് രാഷ്ട്രീയ നാടകമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര എന്നിവർ പറഞ്ഞു. അനാവശ്യവാദങ്ങൾ ഉന്നയിച്ചാണ് ഇടത് അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും പണം വിനിയോഗിക്കാമെന്ന ഓർഡർ വന്നിട്ടുണ്ട്. എന്നാൽ തനത് ഫണ്ട് ലാപ്സ് ആവില്ലെന്നുള്ള ബാലപാഠം പോലും അറിയാത്തവരാണ് ഇടത് അംഗങ്ങൾ. 8 ലക്ഷം കുടിവെള്ളം അത് തനത് ഫണ്ട് നിന്നാണ് കൊടുക്കുന്നത്. അപ്പൊ അത് തനത് ഫണ്ട് ഒരിക്കലും ലാപ്സായി പോവില്ല. അത് നിലവിൽ പഞ്ചായത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും പെട്ടെന്ന് ടെൻഡർ അംഗീകരിച്ച് തീരുമാനമാക്കിയത്. തീരുമാനം നമ്മൾ ടെൻഡർ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തീരുമാനമായിട്ടുണ്ട്. ഗേറ്റുംപടിയിലെ ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിനെതിരെ നടക്കുന്നത് തരംതാണ വിമർശനമാണ്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് ജീർണിച്ച് നശിച്ച അവസ്ഥയിലായപ്പോഴാണ് പ്രദേശവാസികളുടെ അഭ്യർത്ഥന മാനിച്ച് പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇത് പദ്ധതി ഉണ്ടാക്കുമ്പോൾ തന്നെ ആവശ്യമായ ചർച്ച ഭരണസമിതി യോഗത്തിൽ നടത്തുകയും അംഗീകരിക്കുകയും ചെയ്തതിനു ശേഷം DPCയുടെ അംഗീകാരം വാങ്ങി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഭരണസമിതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചതാണ്. ഈ സമയത്താണ് അനാവശ്യവാദങ്ങൾ ഉന്നയിച്ച് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ഇടത് അംഗങ്ങൾ ശ്രമിക്കുന്നത്. അതായത് ബസ് സ്റ്റോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, അത് നിലവിൽ അവിടെ ഉള്ള ബസ് സ്റ്റോപ്പ് ജീർണതാവസ്ഥയിലും ആളുകൾക്ക് ഇരിക്കാൻ അല്ലാത്തൊരു അപകട ഭീഷണി നേരിടുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ നമ്മൾ ടെൻഡർ എടുത്ത് ടെൻഡറൊക്കെ ആയി TS ഒക്കെ ആയ വർക്കാണ്. അതുകൊണ്ടാണ് അത് അനുമതി കൊടുത്തത്. രണ്ടാമതൊരു ബസ് സ്റ്റോപ്പിന് അനുമതി കൊടുത്തത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വെന്റ് പൈപ്പ് പാലത്തിൻ്റെ റിങ് നീക്കം ചെയ്യുന്ന ടെൻഡർ നടപടിയിൽ 3 പേർ പങ്കെടുത്തിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ കൂടുതൽ കോട്ട് ചെയ്ത വിനോദ് പുത്രശ്ശേരിക്കാണ് ടെൻഡർ ലഭിച്ചത്. അന്ന് എഗ്രിമെൻ്റ് വയ്ക്കുകയും അന്ന് കോവിഡ് കാലമായതിനാൽ റിങ് നീക്കം ചെയ്യുന്നതിന് കാലതാമസം നേരിടുകയും ചെയ്യുകയായിരുന്നു. ഇതിനെതിരെ അന്നത്തെ ഭരണസമിതി അദ്ദേഹത്തിൻ്റെ ടെൻഡർ റദ്ദ് ചെയ്തു. ഈ തീരുമാനത്തിനെതിരെ അദ്ദേഹം കോടതിയിൽ പോവുകയും ഈ വിഷയം 2024 സെപ്റ്റംബർ 11 ചേർന്ന ഭരണസമിതി യോഗത്തിൽ അജണ്ട 3 ചർച്ച ചെയ്യുകയും നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നതിന് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പ്രകാരം ശനിയാഴ്ചത്തെ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതാണെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു. ഭരണസമിതി യോഗം നടക്കാതിരിക്കുന്നതിനായി ആസൂത്രിത ശ്രമമാണ് ഇടത് മെമ്പർമാർ നടത്തിയിട്ടുള്ളത്. അജണ്ടയുടെ കോപ്പി കൈപ്പറ്റാതിരുന്ന 8 ഇടത് മെമ്പർമാരുടെയും വീട്ടിലെത്തി അജണ്ട വീട്ടിൽ പതിക്കേണ്ട സാഹചര്യമുണ്ടാക്കിയ ഇടത് മെമ്പർമാർ ഉദ്യോഗസ്ഥരെയും ദ്രോഹിക്കുന്ന സാഹചര്യമാണെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മുക്കം.